എ കോൺസെപ്റ്റ് ഡേ സീരീസ് ഡേ 4. ഇന്നത്തെ നമ്മുടെ ഫോമുല, അതായത് ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ടാവും, ബേസിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്ത രണ്ട് മെഷറും തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ നമുക്ക് മെഷർ കണ്ടുപിടിക്കണമെങ്കിൽ √(a²+b²), അതായത് ഇത് രണ്ടും ഓരോ റൈറ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. സോ ഇവിടെ പൈതഗോറസ് തിയറമാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഈ സൈഡ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ട് √(c²+a² കണ്ടുപിടിക്കാം. ഇനി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, അതായത് ഒരു ഹൈറ്റ് തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ബേസിൻ്റെ രണ്ട് മെഷേഴ്സ് രണ്ടാക്കിയ മെഷേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് ½ a × b+c. ഇത് രണ്ട് രീതിയിൽ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ ഈ ഫിഗർ ഡയറക്റ്റായി തന്നിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം തന്നിരിക്കുന്നത്: എ ട്രയാങ്കിൾ ഹാസ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 6 cm. ദിസ് ഓൾട്ടിറ്റ്യൂഡ് ഡിവൈഡ്സ് ദ ബേസ് ഇൻറ്റു 2 segments വിത്ത് ലെങ്സ് 4 cm ആൻഡ് 8 cm റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, നമുക്കിവിടെ ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ബേസിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തതിൽ രണ്ട് ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഫോമുല എഴുതി ½ a × b+c. ഇവിടെ a എന്ന് പറയുന്ന ഓൾട്ടിറ്റ്യൂഡ് 6 cm ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിൻ്റെ രണ്ട് മെഷേഴ്സ് രണ്ടാക്കി ഡിവൈഡ് ചെയ്ത മെഷേഴ്സ് 4 and 8 ഫോർമുലയിൽ അപ്ലൈ ചെയ്തു. ½ × 6 × 4+8 = ½ × 6 × 12 = 36 cm². ഇനി ഇത് തന്നെ ഒന്നില്ലെങ്കിൽ ഈ ഫിഗർ തന്നിട്ട് ഡയറക്റ്റായിട്ട് ABC മെഷേഴ്സ് മാത്രം മാർക്ക് ചെയ്ത് തന്നിട്ട് അതിൻ്റെ ഏരിയ ചോദിക്കാം. അതല്ലെങ്കിൽ തേർഡ് സൈഡ് ഓർ സെക്കൻഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിളിൻ്റെ മെഷർ ചോദിക്കാം. താങ്ക് യു.